പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ആദ്യ ശനിയാഴ്ച അല്ലെ, പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ട ദിനമായിട്ടാണല്ലോ നമ്മൾ ആദ്യ ശനിയാഴ്ചയെ കാണുന്നത്. പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കേണ്ട ഒരു ദിനമാണ്. നാളെ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ ജന്മതിരുനാളാണ്. ഒരുക്കമായിട്ട് സമ്പൂർണ്ണ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച്, അതുപോലെ തന്നെ നമുക്കറിയാലോ, നമ്മൾ ഈ ആഴ്ച ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകിച്ച് സെന്റ് മേരീസ് ധ്യാന കേന്ദ്രത്തിലെ വരുമാന മാർഗങ്ങളിലെ ശരിക്കും പെട്ടുകിടക്കുന്ന ആ മാർഗങ്ങളെല്ലാം അടഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വചനമാണ്. അത് മലാക്കിയുടെ പുസ്തകം 3:8 വചനം പറയാണ്, മനുഷ്യർ ദൈവത്തെ കൊള്ളയടിക്കുമോ? ഒരു വചനം പറയാണ്, എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. എങ്ങനെ ചെയ്യുന്നത്? എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. എന്നിട്ട് പറയാണ്, ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ. ഞങ്ങൾ ആത്മീയ പിതാക്കന്മാര് പറഞ്ഞത് ഓർക്കുന്നുണ്ട് സഹോദരങ്ങളെ. അതായത് 100 രൂപയുണ്ടെങ്കിലും 10 രൂപ അത് കർത്താവിൻ്റെതാണ്. 10,000 ഉണ്ടെങ്കിൽ 1000 കർത്താവിൻ്റെതാണ്. ആ കർത്താവിനുള്ള വിഹിതം ഞാൻ എടുക്കുമ്പോൾ ഭണ്ഡാരത്തിൽ നിന്ന് മോഷ്ടിക്കുന്നത് പോലെയാണെന്നുള്ള പണ്ടത്തെ ആത്മീയ പിതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, 10-1 അത് കർത്താവിനെ അവകാശപ്പെട്ടതാണ്. നമ്മുടെ പൂർവികർക്ക് വേണ്ടി ബലിയർപ്പിക്കുവാൻ, സമൂഹത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കാൻ, അതുപോലെ തന്നെ ദൈവവചന ശുശ്രൂഷകൾക്ക് സഹായിക്കാൻ, അങ്ങനെയൊക്കെ നമ്മൾ ശരിക്ക് ദശാംശം കൃത്യം നമ്മൾ മാറ്റിവെക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവെ, ഈ വചനത്തിൻ്റെ പ്രത്യേകിച്ച് ഞങ്ങൾ വരുമാന മാർഗങ്ങളൊക്കെ തുറക്കപ്പെടാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ സ്വർഗം നൽകുന്ന വചനത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.